നമ്മൾ ഇന്നുണ്ടാക്കുന്നത് എന്താണ്? ഇതിന് നമ്മൾ ചില സ്ഥലങ്ങളിൽ വാഴപ്പിണ്ടി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കാമ്പ് എന്ന് പറയും. അപ്പം നമുക്കിന്ന് കാമ്പ് വറവുണ്ടാക്കാം, അല്ലെങ്കിൽ തോരനുണ്ടാക്കാം. നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം കേട്ടോ. ഞാൻ പറയുന്നത് കാമ്പ് തോരൻ, അങ്ങനെയാണ്. അപ്പം നമുക്ക് കാമ്പ് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതോടൊപ്പം ചില നമ്മൾ ഇത് കാമ്പ് നമ്മൾ അരിയുമ്പോഴേ എന്ന് വെച്ചാൽ വാഴപ്പിണ്ടി നമ്മൾ അരിയുമ്പോഴേ ഇതിങ്ങനെ മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ നൂലുണ്ടല്ലോ നമ്മളിങ്ങനെ കൈക്ക് ചുറ്റിയെടുക്കണം. ഇങ്ങനെ ഇതേപോലെ കിട്ടും. എന്നിട്ട് കൈക്ക് ഇങ്ങനെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നൂലിങ്ങനെ കിട്ടും. അതെന്താണെന്നറിയോ, നമ്മൾ പണ്ടൊക്കെ അമ്മ ഇതരിയുന്ന സമയത്ത് നമ്മൾ അമ്മേൻ്റെ അടുത്ത് തന്നെ നിൽക്കും. എന്തിനാണെന്നറിയോ, ഇതിങ്ങനെ അയച്ചെടുത്ത് ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ അയച്ചെടുക്കും കേട്ടോ. അയച്ചെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഈ മോതിരം മോതിരം പോലെ ഉണ്ടാവും. എന്നിട്ട് അമ്മേൻ്റെ പുറകെ നിൽക്കും. നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് തല്ലാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അമ്മ ഒരു വിരലിനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് അതിന് തല്ലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കൽ കുറവായിട്ടാ, കിട്ടാറില്ല നമുക്ക്. ഇന്നിപ്പോൾ നമ്മൾ ചിറ്റേൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ചിറ്റേൻ്റെ അടുത്ത് പോയപ്പോൾ ചിറ്റ തന്നതായിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പോവുക. ഇത് വെച്ചാൽ എന്താ പറയുക, കുറച്ച് ദിവസം ആയി തോന്നി ചിറ്റ കൊണ്ടുവച്ചിട്ട്. എന്നാലും കുഴപ്പമില്ല, വാഴപ്പിണ്ടിയല്ലേ, നമുക്ക് ഉണ്ടാക്കുന്ന കാണിച്ചു തരാവേ. വരും ആദ്യം നമ്മൾ ഇത് അരിഞ്ഞിട്ട് വട്ടത്തിലരിഞ്ഞ് എന്നിട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ. ഇതുണ്ടാ ഇതേപോലെ റൗണ്ടായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ. പിന്നെ നമുക്ക് ഫിംഗർ ക്യാപ്പൊന്നും ഇടണ്ട കേട്ടോ. നമ്മൾ ഇതായി കഴിക്കണ്ട, ഇതിങ്ങനെ തന്നെ ചുറ്റിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടാവും ഈ മോതിരം പോലെ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇത് നോക്ക്, ഇതേപോലെ അരിയുക. നമ്മൾ ഇതേപോലെ അരിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. മെഴുക്ക് വരട്ടിക്ക് ഇതേപോലെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. ഇതുണ്ടാ ഇതേപോലെ. ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ അമ്മയൊക്കെ ഇത് അരിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് കുഞ്ഞിലൊക്കെ നമ്മൾ ഓടി വരും. എന്തിനാണെന്നറിയാവാ, ഇതിങ്ങനെ റൗണ്ടാക്കി നമ്മൾ മുറിക്കും കേട്ടോ. മുറിച്ചിട്ട് ഈർക്കിളില്ലേ, ഇപ്പം 2 എടുക്കുക. 2 എടുത്തിട്ട് ഈർക്കിളി എടുത്തിട്ട് ഇവിടെയും കുത്തി എന്നിട്ടൊരു ഇതും കെട്ടിയിട്ട് ഈ കപ്പങ്ങയില്ലേ, കർമൂസിൻ്റെ ആ ഇതില്ലേ, എന്താ പറയുക, ഇല ഉണ്ടാവുന്നതിൻ്റെ ആ സാധനം ഇങ്ങനെ മുറിച്ചിട്ട് ഇതിനിടും. എന്നിട്ട് ഈർക്കിളി ഇതിനകത്തെ കൂടെ കയറ്റിയിട്ട് ടയർ പോലെ ആക്കിയിട്ട് ഒരു കമ്പും കെട്ടിയിട്ട് നമ്മളിങ്ങനെ വണ്ടി പോകളിൽ ഉരുട്ടുമായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് അറിയാമോ ഇതൊക്കെ കളിക്കാൻ? ആയിരിക്കും അറിയാൻ പാടില്ല അല്ലേ. ഇന്നത്തെ പിള്ളേരിക്കെല്ലാം കമ്പ്യൂട്ടർ, ഫോൺ, ഇതൊക്കെയാണ് അവരുടെ കളി അല്ലേ. വലിയ വലിയ കളികളാണ്, നമ്മളെല്ലാം കുഞ്ഞു കളികളാണ്. ഇതൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മയാണ്. ഇത് സാധനങ്ങളൊക്കെ ഇതിനൊക്കെയാണ് പണ്ട് നമ്മൾ ഇങ്ങനെ അയച്ചെടുക്കും നമ്മൾ കേട്ടോ. അയച്ചെടുത്തതിൻ്റെ ഇത് മോതിരം പോലെ ആയില്ലേ, ഇതെന്താ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇടും ഇതാകുന്നില്ല ഏട്ടാ, ഇങ്ങനെ ഇടും. ഇതൊക്കെ നമ്മൾ പണ്ടത്തെ ഒരു രസമായിരുന്നു. ഇത് നമ്മൾ കഴുകി നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിനകത്ത് ഇത് വെള്ളമാണ് സാധനം, നിറച്ചും വെള്ളമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം പിഴിഞ്ഞെടുക്കണം. വെള്ളമൊന്നും ആക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇതുണ്ടാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കഴുകിയിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പം നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് സവോള, പച്ചമുളക് ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഉപ്പിടാം, അല്ല ഞാൻ ഉപ്പിടുന്നതെല്ലാം കാണിച്ചു തരാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ഇട്ടു. കറിവേപ്പില, മുളക്. നമുക്ക് ഇതായതിനു ശേഷം ഇതിനകത്ത് വെള്ളം ഉണ്ടാവും കേട്ടോ. നമ്മൾ എത്ര ഇതാക്കിയാലും ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. ഇത് വെള്ളമാണ് സാധനം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി,
നന്നായിട്ട് ഇളക്കി റെഡിയാക്കുക. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് വറുത്തിടുന്ന സമയത്ത് കടുകിടുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഇച്ചിരി അരി ഇടുക കേട്ടോ. അരി ഇട്ടിട്ട് ഇങ്ങനെ പൊട്ടിയതിന് ശേഷം കടുകിടണം. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും അരീൻ്റെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തേങ്ങ, ജീരകം, കുഞ്ഞുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ ചതച്ചിട്ടിടാം. ഞാനിപ്പോൾ അതൊന്നും ഇടാണ്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സാധനമാണ്, ഇങ്ങനെയാണ് ഇത് ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ ചതച്ചിട്ടിട്ടുണ്ടായി കേട്ടോ, അതൊന്നുകൂടെ ടേസ്റ്റാണ്. ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല, തേങ്ങ വേണ്ടാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം, തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കാം. ഇത് പിന്നെ വേറൊരു ഗുണവും കൂടി ഉണ്ട് കേട്ടോ. നമ്മളിത് മെഴുക്കുവരട്ടിയായിട്ട് ഇത് തോരനായിട്ട് മാത്രമല്ല, നമുക്കിത് വയറ്റിൽ പണ്ടത്തെ ആൾക്ക് പറയുന്നത് കേൾക്കാം കേട്ടോ, ഈ മുടിയൊക്കെ ഇല്ലേ, മുടിയൊക്കെ വയറ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ മുടി പോകും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇതിനുകൊണ്ട് വേറെ എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർ അധികം എല്ലാവരും ഒന്നും കഴിക്കുന്നില്ല. നമുക്കൊക്കെ പണ്ട് പറമ്പത്തൊക്കെ ഉണ്ടാവുമായിരുന്നു വാഴയൊക്കെ, അന്നേരം എല്ലാം നല്ലോണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിക്കൽ കുറവായിട്ടാണ്. ഇപ്പോൾ ഇത്രയും ഇതായിട്ട് പോലും എടുത്തത് നമുക്കിപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ്. അങ്ങനെയൊന്നും കിട്ടാറില്ല. അപ്പോൾ ചിറ്റ തന്നപ്പം എടുത്തു. നല്ല ഇതാണ്, എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. നമ്മൾ ഒരു പൊടി വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതെന്താ, ഇതാണ് ഈ സാധനം. ഇതിങ്ങനെ വെള്ളം ഉണ്ടാവും ഇതിനകത്ത്. കാരണം എന്താ വെച്ചാൽ ഇത് വെള്ളമാണ് സാധനം. ഇത് കാണാനൊന്നും ഒരുപാട് ഭംഗിയൊന്നും ഇല്ല, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റാണ് സാധനം. പിന്നെ നമ്മൾ